ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സത്യം പറയാതിരുന്നാൽ അത് പാപമാകും. സത്യം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാലും പാപമാകും. അറിഞ്ഞതും മറ്റുള്ളവരെ അറിയിച്ചതുമായ സത്യം പ്രയോഗത്തിൽ വരുത്തേണ്ടതുണ്ട്. ഞാനിങ്ങനെ പറയാൻ കാരണം, ഇന്നലെ മെയ് 27 സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. മാർപ്പാപ്പയെ സീറോ മലബാർ മെത്രാന്മാർ തെറ്റിദ്ധരിപ്പിച്ചോ എന്നായിരുന്നു ശീർഷകം. ഞാൻ ആ മാധ്യമ കമ്മീഷൻ്റെ, സീറോ മലബാർ സഭയുടെ മാധ്യമ കമ്മീഷൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പത്രക്കുറിപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിക്കുകയാണ്. നിങ്ങൾ പലരും കണ്ടു കാണും. കാണാത്തവർക്കൊക്കെ വേണ്ടി ഞാനത് വായിക്കുകയാണ്. അതിൻ്റെ ഏതാനും സ്ഥലത്ത് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിലൊരു എൻ്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ പറയാം, ഇതെൻ്റെ അഭിപ്രായമാണ് എന്ന് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പൊതുവെ ഈ കത്ത് നിങ്ങൾ വായിച്ചതോ അല്ലെങ്കിൽ കണ്ടതോ ആയ കത്തായിരിക്കാം, അല്ലെങ്കിൽ കാണാത്തവർക്ക് വേണ്ടി ഞാനതൊന്ന് ഇവിടെ അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ കുർബാനയർപ്പണത്തിൽ ഏകീകരണം വരുത്തി ഐക്യത്തിന് സാക്ഷ്യം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ 2 പ്രാവശ്യം കത്തെഴുതുകയും 1 പ്രാവശ്യം വീഡിയോ സന്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പാപ്പയുടെ ആഹ്വാനത്തെ തിരസ്കരിച്ചവർ പറഞ്ഞു പരത്തിയത് ആരൊക്കെയോ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് പരിശുദ്ധ പിതാവ് അങ്ങനെ ചെയ്തത് എന്നാണ്. മാർപ്പാപ്പയോട് അനുസരണം വാഗ്ദാനം ചെയ്തവർ അനുസരണക്കേട് കാട്ടുക മാത്രമല്ല, തങ്ങളുടെ തെറ്റിനെ ന്യായീകരിക്കുക കൂടി ചെയ്യുന്നതാണ് ഇതിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ ആരെങ്കിലും ഐക്യത്തിന് ആഹ്വാനം ചെയ്യുമോ? സഭയിൽ ഉണ്ടാകേണ്ട ഐക്യം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാകയാൽ ശരിയായ ബോധ്യത്തോടു കൂടെ അല്ലാതെയാകുമോ പരിശുദ്ധ പിതാവ് അതിന് ആഹ്വാനം ചെയ്തത്? തെറ്റിദ്ധാരണകളിൽ നിന്നുണ്ടാകുന്നത് അനൈക്യവും വിദ്വേഷവുമാണ്. ഐക്യവും അനുരഞ്ജനവുമാകട്ടെ ശരിയായ ധാരണകളിൽ നിന്നും. മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്നത് തന്നെ സഭാവിരുദ്ധതയും പാപ്പാസ്ഥാനത്തെ അപമാനിക്കലുമാണ്. ഒന്നുകൂടി ആവർത്തിക്കാതെ, മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്ന് പറയുന്നത് തന്നെ സഭാവിരുദ്ധതയും പാപ്പാസ്ഥാനത്തെ അപമാനിക്കലുമാണ്. മിശിഹായുടെ വികാരിയായിട്ടാണ് മാർപ്പാപ്പയെ സഭ കാണുന്നത്. പാപ്പ സഭയെ അഭിസംബോധന ചെയ്യുന്നത് മിശിഹായുടെ പ്രതിപുരുഷൻ എന്ന നിലയിലാണ്. അപ്പോൾ പാപ്പയുടെ ആഹ്വാനം തിരസ്കരിക്കുന്നത് മിശിഹായെ തിരസ്കരിക്കുന്നതിന് തുല്യമല്ലേ? മാത്രമല്ല, കാര്യങ്ങളെ വസ്തുതാപരമായി അറിയാൻ കാര്യക്ഷമമായ ഒരു ഭരണ സംവിധാനം പരിശുദ്ധ പിതാവിനുണ്ട്. കൃത്യമായ അറിവുകളുടെയും പഠനത്തിന്റെയും വെളിച്ചത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിലുമാണ് അദ്ദേഹം പറയുന്നതും പ്രവർത്തിക്കുന്നതും. മാർപ്പാപ്പ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്നും പരപ്രേരണയാൽ പാപ്പ പ്രവർത്തിക്കുമെന്നും ആരോപിക്കുന്നത് സഭാത്മക ജീവിതത്തിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കണം. മാർപ്പാപ്പ ആർക്കും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിയാണെന്നും പരപ്രേരണയാൽ പാപ്പ പ്രവർത്തിക്കുന്നുവെന്നും ആരോപിക്കുന്നത് സഭാത്മക ജീവിതത്തിന് ഗുണകരമാണോ എന്ന് ചിന്തിക്കണം. സാർവത്രിക സഭയുടെ തലവനും പെത്രോസിന്റെ പിൻഗാമിയുമായ റോമാ മാർപ്പാപ്പയുടെ വാക്കുകൾ പോലും സൗകര്യപൂർവ്വം അവഗണിക്കാമെന്ന രീതിയിൽ സാധാരണ വിശ്വാസികളെയും വൈദികരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് എത്ര ഗൗരവമായ തെറ്റാണെന്ന് നാം തിരിച്ചറിയണം. അതൊന്നുകൂടി വായിക്കുക. സാർവത്രിക സഭയുടെ തലവനും പെത്രോസിന്റെ പിൻഗാമിയുമായ റോമാ മാർപ്പാപ്പയുടെ വാക്കുകൾ പോലും സൗകര്യപൂർവ്വം അവഗണിക്കാമെന്ന രീതിയിൽ സാധാരണ വിശ്വാസികളെയും വൈദികരെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് എത്ര ഗൗരവമായ തെറ്റാണെന്ന് നാം തിരിച്ചറിയണം. ഇത്രയും പൊതുവായി പറഞ്ഞിട്ട് മാധ്യമ കമ്മീഷൻ ചില മുൻപുണ്ടായ വസ്തുതകളിലേക്ക് കൈചൂണ്ടുകയാണ്. 2021 ജൂലൈ 3 ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഏകീകരണം ആവശ്യപ്പെട്ട് ആദ്യത്തെ കത്ത് എഴുതിയത്. തന്റെ ആദ്യത്തെ കത്ത് വായിക്കാൻ പോലും തയ്യാറാകാതിരുന്ന വൈദികർക്കും അതിരൂപതയ്ക്കുമായി വീണ്ടും സിനഡ് തീരുമാനം അനുസരിച്ചുള്ള ഏകീകൃത രീതിയിലുള്ള കുർബാന അർപ്പിക്കാൻ ആവശ്യപ്പെട്ട് രണ്ടാമത്തെ കത്ത് നൽകിയത് 2022 മാർച്ച് 22 ആദ്യ കത്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതായിരുന്നെങ്കിൽ രണ്ടാമത്തെ കത്തിൽ അതിലെ ആശയങ്ങൾ തന്നെ ആവർത്തിക്കുന്നതിന് പകരം അത് തിരുത്താനായിരിക്കില്ലേ മാർപ്പാപ്പ ശ്രമിക്കുമായിരുന്നത്? മാർപ്പാപ്പയുടെ രണ്ടാമത്തെ കത്തും തിരസ്കരിക്കപ്പെട്ടപ്പോഴാണ് അദ്ദേഹം ഐക്യത്തിന്റെ
ആഹ്വാനവുമായി പൊന്റിഫിക്കൽ ഡെലഗേറ്റിനെ അയച്ചത്. തന്റെ പ്രതിനിധിയും അപമാനിക്കപ്പെട്ടപ്പോഴാണ് 2023 ഡിസംബർ 7-ാം തീയതി ഫ്രാൻസിസ് പാപ്പ വീഡിയോ സന്ദേശം നൽകുന്നത്. ദൗർഭാഗ്യവശാൽ സാർവത്രിക സഭയ്ക്ക് മുഴുവൻ ഉതപ്പ് നൽകിക്കൊണ്ട് മാർപ്പാപ്പയുടെ വാക്കുകൾ മൂന്നാമതും തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. മാധ്യമ കമ്മീഷന്റെ ആ പ്രസ്താവന തുടരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇങ്ങനെ അനേക പ്രാവശ്യം മാർപ്പാപ്പയുടെ സന്ദേശം തിരസ്കരിച്ചത് മറ്റേതെങ്കിലും സഭയിലായിരുന്നെങ്കിൽ ഇന്ന് ഈ വൈദികരെ കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നോ? സാർവത്രിക സഭയുടെ തലവന് പത്രോസിന്റെ പിൻഗാമിയായ മാർപ്പാപ്പയെ ഇങ്ങനെ ആ മാർപ്പാപ്പയുടെ സന്ദേശം അനേക പ്രാവശ്യം തിരസ്കരിച്ചവര് മറ്റേതെങ്കിലും സഭയിലായിരുന്നെങ്കിൽ ഇന്ന് ഈ വൈദികര് കത്തോലിക്ക സഭയിൽ ഉണ്ടാകുമായിരുന്നോ? പിന്നെ എന്തേ സീറോ മലബാർ സഭയുടെ നേതൃത്വം ഈ വിമത വൈദികർക്കെതിരെ നടപടി എടുക്കാതിരിക്കുന്നത്? അതിലൂടെ സഭാ നേതൃത്വവും മാർപ്പാപ്പയെ അപമാനിക്കുകയല്ലേ? മാർപ്പാപ്പയെ ഇത്ര പ്രാവശ്യം അപമാനിക്കപ്പെട്ടു, മാർപ്പാപ്പയെ അനുസരിക്കുന്നില്ല എന്ന് പല പ്രാവശ്യം നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ പിന്നെ നടപടികൾ വേണ്ടേ? ശിക്ഷാ നടപടികൾ വേണ്ടേ? കാനൻ ലോയിൽ നമുക്ക് സഭയ്ക്ക് സൈന്യമില്ല, പട്ടാളമില്ല, എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണോ? എൻഫോഴ്സ്മെന്റ് ചെയ്യാൻ അറിയുന്നവന്റെ കയ്യിൽ നിയമം കൊടുത്തു നോക്കൂ, അപ്പൊ കാണാം. പിന്നെ ഈ എറണാകുളത്തെ മെത്രാൻ വികാരി പറയുന്നത് പോലെ കാനൻ നിയമം ഏട്ടിലെ പുലിയല്ല, ഏട്ടിലെ പശുവല്ല. മനസ്സ് വെച്ചാൽ നടപടികൾ പ്രാബല്യത്തിൽ വരുത്താൻ കഴിയുമെന്ന് എത്ര പ്രാവശ്യം തെളിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയെന്ന് ഇനിയും ഞാൻ വിസ്തരിക്കേണ്ടതില്ല. പല വീഡിയോസിലൂടെ ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും മാധ്യമ കമ്മീഷന്റെ വാക്കുകളിലേക്ക്. തെറ്റുകൾ സംഭവിച്ചാൽ തിരുത്താൻ യാതൊരു മടിയും കാണിക്കാത്ത ഫ്രാൻസിസ് പാപ്പ ഐക്യത്തിന് വേണ്ടി താൻ നടത്തിയ ആഹ്വാനം ഓരോ തവണയും തിരസ്കരിക്കപ്പെട്ടപ്പോഴും അത് തിരുത്തിയില്ലെന്ന് മാത്രമല്ല, പ്രത്യാശപൂർവ്വം അത് ആവർത്തിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഇപ്പോഴും ഫ്രാൻസിസ് പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്ന നുണ സമൂഹ മാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും ആവർത്തിക്കുകയും മെത്രാൻ സിനഡിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് സതുദ്ദേശത്തോടെയല്ല എന്നുള്ളത് സ്പഷ്ടമാണല്ലോ. നുണപ്രചാരങ്ങളിൽപ്പെട്ട് സത്യമറിയാതെ ജീവിക്കാൻ വിശ്വാസികൾ പ്രേരിപ്പിക്കപ്പെടുന്നുവെന്നത് സങ്കടകരമാണ്. ഞാൻ എൻ്റെ ഒരു കമന്റ് പറയാണ്. ഈ പരസ്യ പ്രസ്താവനയുടെ കൂടെ ചില പ്രായോഗിക നടപടികളും അവ പ്രാബല്യത്താക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നുവെങ്കിൽ മെത്രാൻ സിനഡിന്റെ നഷ്ടപ്പെട്ട വിശ്വാസ്യത കുറച്ചെങ്കിലും തിരിച്ചു പിടിക്കാമായിരുന്നു. വീണ്ടും മാധ്യമ കമ്മീഷന്റെ വാക്കുകളിലേക്ക്. അസത്യം നമുക്ക് ചുറ്റും ഘോഷയാത്ര നടത്തുമ്പോൾ സത്യങ്ങൾ പറയാതിരുന്നാൽ അത് പാപമാകുമെന്ന് വിശ്വസിക്കുന്നു. അസത്യം നമുക്ക് ചുറ്റും ഘോഷയാത്ര നടത്തുമ്പോൾ സത്യങ്ങൾ പറയാതിരുന്നാൽ അത് പാപമാകുമെന്ന് വിശ്വസിക്കുന്നു. എത്ര വട്ടം ഞാനത് പറഞ്ഞിട്ടുണ്ട്. എത്രയോ വീഡിയോയിലെ ക്യാപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. തമ്പനയില് മൗനം പാപമാകുന്ന നിമിഷമെന്ന്. മൗനം പാപമാകുന്ന നിമിഷം. അതെ, അസത്യങ്ങൾ ഇങ്ങനെ ഘോഷയാത്ര നടത്തുമ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ അത് പാപമാകും. അസത്യത്തിന്റെ മോഹവലയത്തിലായിരിക്കുന്നവർ സത്യമറിയാനും സ്വതന്ത്രരാകാനും ഇടവന്നിരുന്നെങ്കിൽ, നല്ല മനോഹരമായൊരു മോഹമാണ്, ആഗ്രഹമാണ്. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം മാത്രം മതിയോ? പ്രവർത്തിക്കാനും നടപ്പിലാക്കാനും അധികാരമുള്ളവര് ഒരു മോഹം പ്രകടിപ്പിച്ചാൽ പോരാ. പാകിസ്ഥാൻ നമ്മളെ ആക്രമിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞാൽ മതിയോ? പ്രവർത്തിക്കാൻ അധികാരമുള്ളവർ പ്രവർത്തിച്ച് കാണിക്കണം. ഒരു മോഹം, ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ പോരാ. ഇതാണ് അൽമായ വിശ്വാസികളുടെയും സഭ മുഴുവൻ്റെയും ആഗ്രഹം. ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കുന്നുവെന്നേ ഉള്ളൂ. വീണ്ടും മാധ്യമ കമ്മീഷന്റെ പ്രസ്താവനയിലേക്ക്. ദൈവത്താൽ നിയുക്തരായ സഭാധികാരികളെ ധിക്കരിക്കുന്നതും അനുസരണക്കേടിലും ഭിന്നതയിലും കഴിയുന്നതും ദൈവാത്മാവിനോടുള്ള മറുതലിപ്പാണെന്ന് യഥാർത്ഥ വിശ്വാസികൾ തിരിച്ചറിയണം. ഇത്രയുമാണ് ഈ മാധ്യമ കമ്മീഷൻ ഒരു പ്രസ്താവനയിലൂടെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ഞാൻ ഇങ്ങനൊരു കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഇങ്ങനെ സത്യം പറയാനായുള്ള ആർജവത്വം കാണിച്ചതിന്. അത് ഇങ്ങനെ ഒരുപാട് പ്രചരിപ്പിക്കുമ്പോൾ സത്യമേതെന്നറിയാൻ ഔദ്യോഗികമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ അത് അവതരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ്. അതേസമയം വേറെ ചില കാര്യങ്ങൾ കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഈ 2 കത്തുകളും വീഡിയോയും കൂടാതെ റോമായിലെത്തിയ സീറോ മലബാർ സഭ നേതൃത്വത്തിനും അവരോട് കൂടിയിരുന്ന 150 പേർക്കും പരസ്യമായൊരു പ്രസംഗത്തിലൂടെ ഈ വീഡിയോയുടെയും അതുപോലെ തന്നെ കത്തുകളുടെയും അടിസ്ഥാന സന്ദേശം പ്രസംഗത്തിലൂടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2 കത്തുകൾ വീഡിയോ കൂടാതെ പൊണ്ടിഫിക്കൽ ഡെലഗേറ്റിന് അയച്ചു. അതുകൂടാതെ മാർപ്പാപ്പ നേരിട്ടൊരു പ്രസംഗത്തിലൂടെ പറഞ്ഞു. എന്നിട്ടും തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അപ്പം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടതല്ല, മനഃപൂർവ്വം നുണ പറയാണ്. നുണ പറഞ്ഞ് അത് കുറച്ച് പേരുടെയെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാക്കാമെന്ന് അവർ വിചാരിക്കുകയാണ്. പിന്നെ മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സമയമെടുത്ത് പഠിച്ചുവെന്ന്. എന്നിട്ടും ആ മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നത് എത്രയോ വലിയ പാതകമാണ്, എത്ര വലിയ തെറ്റാണ്. ഈ മാർപ്പാപ്പയെ പോലും അവഹേളിക്കുകയും ധിക്കരിക്കുകയും മാർപ്പാപ്പ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടുവെന്ന് നുണ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അൽമായ മുന്നേറ്റക്കാരെയും വിമത വൈദികരെയും മെത്രാൻ സെനറ്റിനെ അനുസരിക്കുകയില്ലെന്ന് പരസ്യമായ നിലപാട് എടുത്തിരിക്കുന്ന ഈ വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും ഇനിയും ചേർത്ത് പിടിക്കുന്നത് ഇപ്പോൾ ഈ മെത്രാന്മാരുടെ മാധ്യമ കമ്മീഷൻ പരസ്യമായി പ്രഖ്യാപിച്ച സത്യത്തിന് യോജിക്കുന്നതാണോ? മാർപ്പാപ്പയെ അനുസരിക്കുകയില്ല, മെത്രാൻ സെനറ്റിനെ അനുസരിക്കുകയില്ല എന്ന് പരസ്യമായ നിലപാടെടുത്ത് അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിമത വൈദികരെയും അൽമായ മുന്നേറ്റക്കാരെയും ഇനിയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പോൾ ഈ മാധ്യമ കമ്മീഷൻ മെത്രാന്മാര് മാധ്യമ കമ്മീഷനിലെ അവതരിപ്പിച്ച സത്യത്തിന് യോജിക്കുന്നതാണോ? അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മനസ്സിനോട് ചേരുന്നതാണോ? തീർച്ചയായും ഞാൻ ആവർത്തിക്കുന്നു, എറണാകുളത്തെ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. പക്ഷേ വിപുലമായ ഒരുക്കങ്ങളും നല്ല ആസൂത്രണങ്ങളും അതിനെ പറ്റിയ സഭാ സംവിധാനങ്ങളും ഒരുക്കിയാൽ അതൊക്കെ നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. അത് നടപ്പാക്കാൻ പറ്റിയ ഒരു വലിയൊരു ടീമിനെ സജ്ജമാക്കിയാൽ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഏതാനും ആഴ്ചകൾ കൊണ്ട് നമുക്ക് കരകയറാം. സത്യവിശ്വാസികളെ സഭാനുകൂലികളെ വിശ്വാസത്തിൽ എടുത്ത് മുന്നേറിയാൽ വിമത വൈദികരുടെയോ അൽമായ മുന്നേറ്റക്കാരുടെയോ ഒരു അടവും നടക്കുകയില്ലെന്ന് ഞാൻ തീർത്തു പറയുന്നു. ഇതെന്റെ വാക്കാണ്. പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ അത് ഏതാനും ആഴ്ചകൾ മാത്രമായിരിക്കും. ഇന്ന് കാണുന്നത് പോലെ അനേകം ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന അരാജകത്വം സഭയിൽ ഉണ്ടാകില്ല. എറണാകുളത്തിന് ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന് വികാരിക്കും മാത്രമാണെന്ന് പറഞ്ഞൊഴിയരുത് മെത്രാന്മാര്. ഇതാണ് മിക്ക മെത്രാന്മാരും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് പാപമാണ്. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനങ്ങൾ വളരെ സത്വരമായി ഉണ്ടാകണം. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനങ്ങളും അസാധാരണ നടപടികളും പെട്ടെന്നുണ്ടാകണം. സത്യം പറയാതിരുന്നാൽ പാപമാകും. സത്യം അറിഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാലും പാപമാകും. സത്യം പറയാതിരുന്നാൽ പാപമാകും. അസത്യങ്ങൾ ഇങ്ങനെ ഇല്ലേ പ്രദക്ഷിണം ഘോരം മഹാപ്രയാണം നടത്തുമ്പോൾ അപ്പോൾ സത്യങ്ങൾ പറയേണ്ടി വരും. സത്യം പറഞ്ഞാൽ മാത്രം പോരാ, സത്യം പറഞ്ഞിട്ട് അത് ചെയ്യാതിരുന്നാൽ അതും പാപമാകും. അതിനാൽ ഞാൻ ആവർത്തിക്കുകയാണ്, അസാധാരണ സാഹചര്യമാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനങ്ങളും അസാധാരണ നടപടികളും ഉണ്ടാകണമെന്ന് മെത്രാന്മാർ മനസ്സ് വെച്ചാൽ, അതിന് ഞാൻ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സമയത്തിന്റെ കാര്യത്തിലാണ്, നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ കഴിയും. ആ ഒരു ബോധ്യം, ആ ഒരു പ്രത്യാശ, ദൈവത്തിലുള്ള ഒരു ആശ്രയത്വം, പിന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത, ഇതുണ്ടായാൽ നമുക്ക് നമ്മുടെ ഈ പ്രശ്നത്തിൽ നിന്നും കരകയറാം. ഇനി ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കിടക്കുകയും ചെയ്യുന്നു. അതിനാൽ സമയം ഒട്ടും കളയാതെ ഈ പരസ്യമായി പ്രഖ്യാപിച്ച നിലപാട്, അറിയിച്ച സത്യം, അത് ചെയ്യാനുള്ള കരുത്ത്, തൻ്റെ ഇടം, അത് തീരുമാനം, നടപടികൾ നിങ്ങളുടെ വശത്ത് നിന്നുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥനകൾ ഒരുപാട് സ്ഥലത്തു നിന്നും ഉയരുന്നുണ്ട്. പരിശുദ്ധ റൂഹ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.